ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നൊരു കിടുക്കാച്ചി വ്ളോഗ് കിട്ടണമെന്നൊക്കെ ഞങ്ങൾ ഇന്ന് ഇപ്പോൾ തേക്കടിയിലെ റോസ് പാർക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഗൈസ്, നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവാം. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ് ഗൈസ്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലവും നല്ല അടിപൊളിയായിരുന്നു. അവിടെ പുല്ലൊക്കെ എന്ന് വെച്ചാൽ വള്ളത്തിൻ്റെ ഷേപ്പിൽ വരാൻ അവർ വൃത്തിയാക്കി വെച്ചേക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാം. ഞങ്ങളവിടെ പൂമ്പാറ്റയായി പിന്നെ ലച്ചിട്ട് പിള്ളേർ കളിക്കുന്ന സാധനത്തിലൊക്കെ പോയി ഇരുന്ന്. ഇപ്പം ഇതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ. നല്ല രസമാണ്. ഇവിടെ ഒരു താമരക്കുളമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ താമരക്കുളത്തിൽ ആ ബോട്ടിൽ പോയിരിക്കാൻ പോണി ഗൈസ്. ഇത് താമരക്കുളം തന്നെയാണ്. അവിടെ ഒരു പാലമൊക്കെ അവർ സെറ്റ് ചെയ്തപ്പോണ്ട് അതിനകത്ത് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകണം ഗൈസ്. അപ്പോൾ ഫോട്ടോ നേരെ നമുക്ക് എടുക്കാമോ. അപ്പോൾ ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങി. ചുറ്റിക്കറങ്ങുകയാണ് ഗൈസ്. നല്ല രസമുണ്ട്. ഇതാണ് ബോട്ടിങ്, പിള്ളേരെ ബോട്ടിങ്ങാണത്. ഞങ്ങളപ്പോൾ അതിനകത്തൊന്നും കയറില്ല. അങ്ങനെ ഞങ്ങൾ സ്പൈഡർമാൻ്റെ ഇല്ലേച്ച് കയറുന്നൊക്കെയാണ്. പക്ഷെ അത് വിലയായിരുന്നു സ്പൈഡർമാൻ്റെ. അല്ലേച്ചിട്ട് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇറങ്ങി ഞങ്ങളിത് ഇപ്പം ഇവിടെ എല്ലാം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റി അടിപൊളി സ്ഥലമാണ്. നമുക്ക് എല്ലായിടത്തും ഫോട്ടോ എടുക്കാം. അപ്പം ഞങ്ങൾ നേരെ കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങാനും കരുതി ഇറങ്ങുവാണ്. ഇവിടെ കുറേ നേരം ഞങ്ങൾ കുറച്ച് ഊഞ്ഞാലൊക്കെ ആടാന്ന് കരുതി. പിന്നെ ഇവിടെ മൊത്തം മരങ്ങളൊക്കെയാണ്. ഈ ഊഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ഇതാണ് വലിയ ഊഞ്ഞാൽ. അവിടുത്തെ ഞങ്ങളും അച്ഛനും മക്കളും കൂടി കിടന്ന് ആടി. പിന്നെ ഞങ്ങൾ നേരെ കാണാനിറങ്ങി. ആ കാണുന്ന പോണ്ട് ഫിഷിങ് ഏരിയ ആണ്. ഞങ്ങൾ ആദ്യം കരുതിയത് മുതലക്കുളമാണ്. പക്ഷേ മുതലൊക്കെ ഇരിക്കുന്നുണ്ടേ. പക്ഷെ അത് ഫിഷിങ് ഏരിയ ആണ്. ഞങ്ങൾ മുതലേനെ കണ്ടുകൊണ്ട് മുതലായിട്ട് ഫോട്ടോ എടുക്കാൻ കരുതി. പക്ഷേ ഏത് വഴി പോകണമെന്നൊന്നും ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അവസാനം അതിൻ്റെ വഴി കയറിപ്പോയി. പിന്നെ ഇതൊക്കെയാണ് കുതിര വണ്ടി. ഇതാണൊരു ഗാർഡൻ ഏരിയ. ഗാർഡൻ ഏരിയയിലോട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ വേറെ ഒരു പാർക്കിലോട്ട് പോയി. ഇതാണ് നമ്മുടെ രുദ്രാക്ഷം മരം. ഇതിനകത്ത് പിടിച്ചു നിൽപ്പുണ്ട് അതിൻ്റെ കായൊക്കെ. എന്തുവാ അത് അമ്മയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്തുവാന്ന്. പിന്നെ ഇതാണ് അതിൻ്റെയൊക്കെ ഒരു അരുവിയുണ്ട് അവിടെ. ആ അരുവിയിൽ വെള്ളം പോലില്ല ഗൈസ്. ഉണങ്ങി വെത്തിക്കിടക്കും. അത്രയ്ക്ക് ചൂടല്ലേ. ഈ അമ്മ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങ് നടക്കുക. ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ സ്പീഡിൽ നടന്നു. അമ്മ വരുന്നില്ല. ഞങ്ങൾ നേരെ അതൊക്കെ കണ്ടു ട്രീ ഹൗസിലോട്ട് പോയി. ട്രീ ഹൗസ് ഞങ്ങൾ രണ്ടുപേരും ആദ്യമേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞൊളഞ്ഞ് കയറുന്നത്. ഞങ്ങൾ ഞൊളഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവസാനം എത്തിയത്. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്ത്. ഇതാണ് ആനക്കൊമ്പനാന. ലച്ചൂട്ടിയൊക്കെ ഇരുന്ന് ഞാൻ നിന്ന്. പിന്നെ ഇതാണ് അവിടെ ഒരു ബോട്ട് ചെയ്യാനുള്ള ഏരിയ. ഞങ്ങളങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് ഗാർഡൻ ഏരിയ ആണിത്. അതിൻ്റെ ഉള്ളിലോട്ട് പോയി. അവിടെ സൺഫ്ലവറൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കുവാണ് ഞങ്ങളിപ്പം. ഫോട്ടോ എടുക്കുവാണ്. അടുത്ത എൻ്റെ ഫോട്ടോയാണ് ഐസ് എടുക്കുന്നത്. അതാണ് ഞങ്ങൾ രണ്ടൊരു ആമയെ കണ്ട് അങ്ങോട്ട് ഓടുവാണ്. ആമയുടെ മേത്ത് കയറി ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചോടി ഗൈസ്. അങ്ങനെ അവിടെയും ഫോട്ടോ എടുത്ത്. ദാണ്ട് അടുത്തൊരു താമരക്കുളമാണെന്ന് തോന്നുന്നത്. ആമ്പൽക്കുളം. അത് ആമ്പൽക്കുളമാണ്. പിന്നെ ഞങ്ങളിപ്പം ഇതെന്തുവാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്നാൽ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് കാണും. കയറുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ഇതൊരു ആക്ടിവിറ്റിയാണ് ഗൈസ്. ഇതിനകത്ത് കയറാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം കൈ മൊത്തം വേന എടുക്കും നമുക്ക്. ഞങ്ങൾ ഷൈനി വരെ വലിയൊരു കയറിൻ്റെ ഒരു സാധനത്തിനകത്ത് കയറി. ഇത് ചില പിള്ളേരുടെയൊക്കെയാണ്. ഞങ്ങളുടെ കാലൊന്നും അതിനകത്ത് കയറുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല, തിരിച്ചിറങ്ങി ഗൈസ്. നല്ല വേദനയായിരുന്നു കാലും കൈയൊക്കെ. കൈയൊക്കെ ഒന്ന് റെഡ് കളറായി. പിന്നെ അച്ഛൻ പറയും തിരിച്ചിറങ്ങാൻ. അത് മറ്റുള്ള കുഞ്ഞ് ഇതേ ലച്ചോട്ടി മണിയടിച്ച് കയറി ഗൈസ്. അടുത്ത് ഞാനാണ് ഗൈസ് മണി അടിക്കാൻ പോകുന്നത്. ഞാനും കയറി അടിച്ചു. പക്ഷേ ഇവളുടെ അത്രയും വന്നില്ലെന്നേ ഉള്ളു. ഇവള് അങ്ങ് ഭയങ്കര നുഴക്കുക. ഞാനാണ് അടുത്ത് കയറുന്നത്. ദാണ്ടെ ഞാൻ കയറുന്നുണ്ട്. ലച്ചൂട്ടി അതിൻ്റെ ഇടയ്ക്ക് കണ്ണാടിയൊക്കെ വെച്ച് വന്ന് യോഗ കാണിച്ചു ഗൈസ്. ദാണ്ടെ ഞാൻ നേരെ പോവുകയാണ് ഗൈസ്. എനിക്ക് പേടിയുണ്ടായിരുന്നു ഞാൻ മറിഞ്ഞു വീഴുമെന്ന്. പക്ഷേ പേടിയില്ലാതെ അങ്ങ് മുന്നോട്ട് പോയി നമുക്ക് മണി അടിച്ചു. ഞങ്ങൾ അടുത്തത് അച്ഛനാണ് കയറാൻ പോകുന്നത്. ഞാൻ ഇറങ്ങിയതിന് ശേഷം അച്ഛനാണ് കയറാൻ പോകുന്നത് ഗൈസ്. ലച്ചൂട്ടി അവിടെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കും അച്ഛനെ കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ അച്ഛനെ കയറ്റാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ ദാണ്ടേ അച്ഛൻ വന്നിരിക്കുന്നു. അച്ഛൻ പെട്ടെന്ന് കയറിപ്പോയി. അച്ഛൻ എന്നിട്ട് മണി അടിക്കുകയും ചെയ്ത് അതേപോലെ തന്നെ താഴോട്ട് ഇറങ്ങി വരികയും ചെയ്ത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു പാടമൊക്കെ കണ്ട്. എന്ത് പാടാന്ന് വെച്ചാൽ എനിക്കറിഞ്ഞുകൂടാ.
താണ്ടെ നമ്മുടെ മറ്റേ നെറ്റ് പോലത്തെ സാധനം തന്നെ വലിയ കയറിലാക്കി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലച്ചൂട്ടിയാണ് ആദ്യമേ കയറിയത്. ഇതിനകത്ത് ഞാനും ലച്ചു മാത്രമേ കയറിയുള്ളൂ, അച്ഛനും അമ്മയും കയറിയില്ല. അങ്ങനെ ലച്ചൂട്ടി അപ്പുറത്തോട്ട് വശത്തോട്ട് വന്നു. അങ്ങനെ അവൾ ജയിക്കാറായി ഗേസ്, ജയിക്കാറായി. ജയിച്ചു. ലച്ചു വിജയിച്ചു. അടുത്ത ഞാൻ ലച്ചു ഇറങ്ങിയ വശത്ത് നിന്ന് കയറിപ്പോവാണ്. അപ്പം ഞങ്ങൾ നേരെ ലച്ചൂട്ടി ഞാനും കട്ട സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ട്. അവിടെ ചെന്നപ്പോൾ അമ്മ അരിയെന്ന് വെച്ചാൽ ഞാൻ മറിഞ്ഞു വീഴും, ഞാൻ പേടിത്തോണ്ടിയാന്നൊക്കെ കരുതിയത്. പക്ഷെ ഞാൻ ഇറങ്ങി. അങ്ങനെ ഞാൻ വലുതായി ഒക്കെ ഇറങ്ങി വന്നിട്ട് കുറച്ച് ബിൽഡപ്പൊക്കെ കാണും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. പിന്നെ കുമളി വരുന്നവർക്ക് മസ്റ്റായിട്ട് വരാം. ഒരാൾക്ക് 120 രൂപയാണ് ഇവിടെ കയറുന്നത്. അപ്പോൾ അടുത്തൊരു കഴിക്കുമ്പോൾ ബൈ, ടാറ്റാ, സീ യു.